ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത ന്യൂയോർക്ക് ടൈംസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഒരു അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ തിരിച്ചടി തന്നെ നൽകണം എന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇറാനിൽ ഉയർന്നിരുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒപ്പം തന്നെ ഇന്നലെയും ഇന്ന് പുലർച്ചെയുമായി ഈ ബെയ്റൂട്ടിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതിൽ ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ള കൊല്ലപ്പെട്ട വാർത്തകളും പുറത്തു വന്നതിന് പിന്നാലെയാണ് അടിയന്തര യോഗം ചേരാൻ ഇറാനിൽ തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ഇത് ഒരു നഗ്നമായ യുദ്ധക്കുറ്റമാണ് എന്ന് തന്നെ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റായ മസൂദ് പെസ്കിയാൻ പറയുന്നു. മസൂദ് പറയുന്നത് ഇത് ഒരു യുദ്ധം തന്നെയാണ്, ഇത് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് ഒരു നഗ്നമായ യുദ്ധലംഘനമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ലാരിജാൻ പറയുന്നത് ഇത് യുദ്ധക്കുറ്റമാണ്, ഇതിൽ നിന്ന് പിന്നാക്കം പോകാൻ ഇറാന് കഴിയില്ല. കാരണം നിരപരാധികളെ കൊല്ലുക മാത്രമല്ല ഒരു സംഘടനയെ തന്നെ കൊല്ലുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം. അത് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയാണ്. ഖമേനി ഇസ്രായേലിന് തിരിച്ചടി നൽകണമെന്ന് പലവട്ടം പറഞ്ഞയാളാണ്, പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞയാളാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുകയാണ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വരും മണിക്കൂറുകളും നിർണായകമായി മാറുന്നു. ഇതിനിടയിൽ ചില നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നതായി വാർത്തകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.